ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കോമ്പാക്റ്റ് എക്സ്യുവികളിൽ ഒന്നാണ് ടാറ്റ നെക്സോൺ. സേഫ്റ്റി കൊണ്ടും അഡാർ ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടുമെല്ലാം വാഹനപ്രേമികളുടെ മനസ്സ് കീഴടക്കിയ മോഡൽ ഇന്ന് ഫീച്ചറുകളാൽ ധാരാളിയാണ്. സെഗ്മെന്റിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ നിലനിർത്താൻ ടാറ്റ കാണിച്ച ധൈര്യവും നെക്സോണിന്റെ വിൽപ്പന കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം എസ്യുവി ഒരു ഹൃദയമാറ്റത്തിന് ഒരുങ്ങുകയാണ്. നിലവിലെ ഡീസൽ എഞ്ചിൻ ഒഴിവാക്കി പകരം പുത്തനൊരു ഓയിൽ ബർണർ യൂണിറ്റിനെ സ്വീകരിക്കാനാണ് ടാറ്റയുടെ തീരുമാനം. കർവ് കൂപ്പെ എക്സ്യുവിയിൽ നിന്നും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന പുതിയ 1.5 ലിറ്റർ ക്രിയോ ജെറ്റ് ഡീസൽ എഞ്ചിനാണ് ടാറ്റ മോട്ടോഴ്സിന്റെ കോമ്പാക്ട് എസ്യുവിക്കും തുടിപ്പേകാൻ എത്തുന്നത്. 1.5 ലിറ്റർ ക്രിയോ ജെറ്റ് ഡീസൽ എഞ്ചിൻ ടാറ്റ നെക്സോണിൽ ഉടൻ അവതരിപ്പിക്കുമെന്ന് കാർ നിർമ്മാതാക്കൾ സൂചന നൽകിക്കഴിഞ്ഞു. നിലവിൽ ടാറ്റ നെക്സോൺ 1.2 ലിറ്റർ 3 സിലിണ്ടർ റെവാട്രോൺ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ 4 സിലിണ്ടർ റെവാടോർക്ക് ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനിലുമാണ് വിൽക്കുന്നത്. പുതിയ ഡീസൽ എഞ്ചിൻ കൂടാതെ റിഫൈൻഡ് ആയ പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുമെന്നതാണ് ഹൈലൈറ്റ്. കൂടാതെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്നിവയുടെ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ലഭ്യമാകും. ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കുന്ന ആദ്യത്തെ ഡീസൽ ഓട്ടോമാറ്റിക് എസ്യുവി ആയിരിക്കും നെക്സോൺ എന്നതും സെഗ്മെന്റിൽ കരുത്താർജിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇന്ത്യൻ പാസഞ്ചർ വാഹന വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ എസ്യുവികളിൽ ഒന്നായ ടാറ്റ നെക്സോണിലേക്ക് ഈ ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുന്നത് കോമ്പാക്റ്റ് എസ്യുവിയുടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും സഹായിക്കും. പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 117 bhp കരുത്തിൽ ഏകദേശം 260 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ഇതിനാകും. കർവിന്റെ വരവ് ഓണത്തോടു കൂടി ഉണ്ടാവുമ്പോൾ ഷോറൂമിൽ ഉത്സവ തിരക്കാകും. പുതിയ ഡീസൽ എഞ്ചിനോടെ നെക്സോൺ ദീപാവലിയോടെ അരങ്ങേറാനാണ് സാധ്യത. നിലവിൽ 8 ലക്ഷം മുതൽ 15.80 ലക്ഷം രൂപ വരെയാണ് നെക്സോണിന് വരുന്ന ഷോറൂം വില. കർവിലെ ഡീസൽ എഞ്ചിൻ വരുന്നതോടെ വിലയിൽ മാറ്റമുണ്ടാവുമോ എന്ന കാര്യം കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. എന്തായാലും വിൽപ്പന വർദ്ധിക്കുമെന്നതിനാൽ സംശയമൊന്നുമില്ല. അടുത്തിടെയായി ഡിമാൻഡിൽ കാര്യമായ കുറവ് സംഭവിക്കുന്നതും കമ്പനിയെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. എന്തായാലും കർവ് കൂപ്പെ എസ്യുവിയുടെ വരവ് ബ്രാൻഡിന് ഉണർവേകുന്ന കാര്യമായിരിക്കും. വ്യത്യസ്ത ബോഡി സ്റ്റൈലുകളും മാനുവൽ ഓട്ടോമാറ്റിക് ഓപ്ഷനുകളുമുള്ള പെട്രോൾ ഡീസൽ എഞ്ചിനുകളെയും പിന്തുണയ്ക്കുന്ന പുതിയ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് മോഡൽ പണി കഴിപ്പിക്കുന്നത്. 3 എഞ്ചിൻ ഓപ്ഷനുകളിലാവും വാഹനം വിപണിയിലേക്ക് കടന്നു വരികയെന്നതും എല്ലാത്തരം ആളുകളെയും ആകർഷിക്കും. നെക്സോണിൽ നിന്നുള്ള 1.2 ലിറ്റർ ടർബോ പെട്രോൾ, ഹൈപ്പീരിയോൺ എന്ന് വിളിക്കുന്ന പുതിയ 1.2 ലിറ്റർ GDI ടർബോ ചാർജ്ഡ് പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എന്നിവയാണ് കൂപ്പെ എസ്യുവിയുടെ ഹൃദയമായി പ്രവർത്തിക്കാൻ വരിക. സ്മാർട്ട്, പ്യുവർ, പ്ലസ്, ക്രിയേറ്റീവ് പ്ലസ് എസ്, അക്കംപ്ലിഷ്ഡ് എസ്, അക്കംപ്ലിഷ്ഡ് പ്ലസ് എ എന്നിങ്ങനെ 6 വേരിയന്റുകളിലാവും ടാറ്റ കർവ് ലഭ്യമാകുക. സെപ്റ്റംബർ 2 വാഹനത്തിന്റെ ഔദ്യോഗിക അവതരണവും വിലപ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ സന്നാഹങ്ങളുടെ കാര്യത്തിലും ആള് നെക്സോണിനേക്കാൾ കേമനായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സ്വന്തമാക്കാൻ കഴിവുള്ള കൂപ്പെ എസ്യുവിയിൽ 6 എയർ ബാഗുകൾ, ലെവൽ 2 അഡാസ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, 4 വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ, TPMS, 360 ഡിഗ്രി ക്യാമറ, ഓട്ടോ ഹോൾഡുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നീ സേഫ്റ്റി ഫീച്ചറുകളും ഉണ്ടാകും. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമാക്കി ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.